തീരത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, അതിന്റെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടാമത്തെ വിഷയമാണ്. എന്തായാലും കുറെ വസ്തുക്കൾ കടലിലേക്ക് പോയിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര കപ്പൽ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഇന്ന കാർഗോയെ കൊണ്ടുപോകാൻ പാടുള്ളൂ, ഇത്ര അളവിലേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ, ആ കപ്പൽ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അതൊന്നും പരിശോധിക്കാൻ ഒരു സംവിധാനം ഇവിടെയില്ല. കടലിന് പാരിസ്ഥിതികമായി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഈ കപ്പലിലുണ്ടോ ആർക്കും അറിയില്ല. ഇപ്പോഴും അതിന്റെ കാർഗോ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. കാർഗോ ലിസ്റ്റ് പുറത്തു വന്ന് ആ കാർഗോ ലിസ്റ്റിൽ എന്തൊക്കെ കടലിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കറക്റ്റായ പ്രത്യാഘാതം അറിയാൻ കഴിയൂ. നമ്മുടെ ഈ രംഗത്ത്, കപ്പൽ വ്യവസായ രംഗത്ത് അനിശ്ചിതത്വം വലിയ തോതിലുണ്ട്. നമുക്കറിയാം, സ്വകാര്യ പോർട്ടുകളിൽ വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നു എന്ന് പറയുന്നു. ഗുജറാത്തിലൊക്കെ അത് ആർക്കറിയാം ഗുജറാത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പലപ്പോഴും പല കണ്ടെയ്നറും വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. ഈ കൊണ്ടുവന്നതിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള അത് ഉണ്ടാക്കാനുള്ളതായ ഏതെങ്കിലും അപകടകരമായ രാസവസ്തുക്കളുണ്ടോ, അത് നമ്മുടെ കടലിനെ എത്രത്തോളം 20 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഇത് വീണിട്ടുള്ളത്. ഇത് ആഴക്കടലിനെ എത്ര നശിപ്പിക്കും, ഇത് തീരദേശത്തേക്ക് എത്രത്തോളം വരും, ഈ തുടങ്ങിയ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും സംവിധാനമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു സംവിധാനവും ഇല്ല. നമ്മള് വിഴിഞ്ഞം എന്തോ വലിയ അത്ഭുതം നടന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എന്താണ് അവസാനമായി ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കപ്പല് എന്റെ വിവരങ്ങൾ അറിയാതെ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 100 കണക്കിന് കണ്ടെയ്നർ അതിൽ ഉണ്ട് എന്ന് പറയുന്നു. ആ 100 കണക്കിന് കണ്ടെയ്നറിന് എന്ത് സംഭവിച്ചു എന്നും അതിന് എന്തൊക്കെ പുറത്തു വന്നു എന്നും അറിയാതെ നമ്മൾ എന്തെങ്കിലും കമന്റ് ചെയ്യുന്നതിൽ പോലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. സർക്കാർ അത് പുറത്തുവിടണം. കൃത്യമായ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു പഠനവും നടത്തിയിട്ടില്ല. ഒരു പഠനം അല്ലെങ്കിലും നമ്മൾ ഇതൊന്നും നിയമപരമായല്ല നടക്കുന്നത്. വലിയ തോതിൽ മയക്കുമരുന്ന് അടക്കമുള്ള വസ്തുക്കൾ നമ്മുടെ തുറമുഖങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ആ വാർത്തയൊക്കെ പിന്നെ പ്രത്യേകിച്ചും സ്വകാര്യ തുറമുഖങ്ങളാവുമ്പോൾ കാണ്ഡ്ലയിലും അതുപോലെ ഗുജറാത്തിലെ മറ്റു തുറമുഖങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള മയക്കുമരുന്നിന്റെ ശേഖരം വന്നിട്ടുണ്ട്. ചിലതൊക്കെ പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഗതി രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടത്, രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി, മയക്കുമരുന്ന് പോലെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത്, ഇത് അതിനേക്കാളൊക്കെ ഉപരി കടലിൽ ഇത് വീണാൽ, ഒരുപക്ഷെ മയക്കുമരുന്നായിക്കൊണ്ടെന്നില്ല, അല്ലെങ്കിൽ തന്നെ കടലിൽ വീണാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. ലോകത്ത് കടൽ മലിനീകരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓയിലൊക്കെ കടലിലേക്ക് പോയത് മെക്സിക്കൻ തീരത്ത് അവസാനം ആ കപ്പലിന്റെ ഉടമസ്ഥന്, കപ്പലുകാർക്ക് വലിയൊരു തുക അവിടുത്തെ മത്സ്യമേഖലയിലും കടലിനും ശുചീകരണത്തിനും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പേടിയും പേടിക്കണ്ട. ഭോപ്പാൽ ദുരന്തം ഉണ്ടായിട്ട് പോലും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത സർക്കാരുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഇവിടെ കടൽ മുഴുവൻ അശുദ്ധമാക്കിയാലും മത്സ്യം മുഴുവൻ നശിച്ചാലും അതിന് ആരോഗ്യമില്ലാതായാലും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഒരു വിഷയവുമില്ല. കാരണം അവർക്ക് ബിസിനസ്സാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിന്റെ സത്യം ഒരിക്കലും പുറത്തു വരില്ല. അതാണ് നമ്മുടെ അനുഭവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.